ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എക്സൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, എക്സലിൻ്റെ ബേസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വേർഡിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. വർക്ക് ബേസിൽ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എക്സൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ ബേസ് എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിൽ പോയിട്ട് ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം എക്സൽ. ഓക്കെ, എക്സൽ ഇങ്ങനെ ഒരുപാട് ഷീറ്റുകൾ കാണുന്നുണ്ട് ഇവിടെ അല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഫോർമാറ്റുകളാണ് ഇവിടെ കാണിക്കണേ. നമുക്ക് വേണ്ടത് ബ്ലാങ്ക് വർക്ക് ബുക്കാണ്, ബ്ലാങ്ക് വർക്ക് ബുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സലിൻ്റെ ഷീറ്റ് തുറന്ന് വന്നു. ഇവിടെ എ എന്ന് പറയുന്ന കോളം, ബി എന്ന് പറയുന്ന കോളം, സി പറയുന്ന കോളം, ഡി, ഇ, എഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോളംസ് ഒരുപാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ റോ 1, 2, 3, 4 ഇങ്ങനെ താഴോട്ട് വരുന്നത് നമുക്ക് റോ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നത് ഒരു ഷീറ്റാണ് ഓൾറെഡി ഇവിടെ ഉണ്ടാവുക. ഈ ഷീറ്റ് നമുക്ക് ഷീറ്റ് 1 ഒരു പേരുണ്ടാവും. ഇത് നമുക്ക് റീനെയിം ചെയ്യാം. മൗസിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് പേരൊക്കെ നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. മാർക്ക് ലിസ്റ്റ് കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു പേജും കൂടെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ ന്യൂ ഷീറ്റ്, ഇവിടെ ഈ പ്ലസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ന്യൂ ഷീറ്റ് റീനെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് കണ്ടില്ലേ. ഇങ്ങനെ നമുക്ക് പുതിയ ഷീറ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യാം. ഓക്കെ, ഞാൻ മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഫസ്റ്റ് കോളത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിവിടെ കാണിക്കുന്നത് എന്താണ്, ഫോർമുല ബാർ കാണിക്കുന്നുണ്ട്. ഫോർമുല ബാറിൽ എന്താ കാണിക്കുക, ഇപ്പം നമ്മൾ നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഈ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയത് നമുക്ക് ഇവിടെ ഫോർമുല ബാറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഫോർമുല ബാറിലാണ് കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ജസ്റ്റ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നെയിം ബോക്സിൽ കാണിക്കുന്നത് എന്താണ്, D7 എന്ന് പറയുന്ന കോളം, 7 എന്ന് പറയുന്ന റോയും. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്ന ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. സെൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സീരിയൽ നമ്പർ വേണം. സീരിയൽ നമ്പർ ഇപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് കൊടുക്കുകയാണ്. 1ഉം 2ഉം കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഈ സെൽ പോയിന്റിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര സീരിയൽ നമ്പർ വേണോ അത്രയും നമുക്ക് കിട്ടും. ഓക്കെ, എക്സലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡ്രാഗ് ചെയ്താൽ ഒന്ന് കണ്ടാൽ അടുത്ത നെക്സ്റ്റും കൂടെ കാണുന്നുണ്ടെങ്കിൽ ഈ സെൽ പോയിന്റിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെല്ല് എന്ന് പറയുന്നത് കോളം റോയും കൂടി ചേരുന്ന ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ സെൽ അഡ്രസ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന കോളം, 3 എന്ന് പറയുന്ന റോയും, അതാണ് നെയിം ബോക്സിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഈ എയിൽ നിന്നും ബിയിലോട്ട് കിടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിന് ജസ്റ്റ് ഒന്ന് ഈ സെൽ കോളത്തിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും ഭാഗം നമുക്ക് ഒരു നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ ലെങ്ത്തായിട്ട് കിടന്നു, ഈ കോളം കിടന്നു. ഓക്കെ, അങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ പിടിച്ച് കണ്ടില്ലേ, നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഓരോ കോളത്തിനെ നമുക്ക് വിടുത്ത് കൂട്ടാവുന്നതാണ്. അതേപോലെ തന്നെ റോയും ഒരു റോ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യും. കണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ കോളങ്ങൾ, അതായത് ബി മുതൽ എഫ് വരെ ഈ 5 കോളം എനിക്ക് ഒരേ ലെങ്ത്തിൽ, അതായത് ഈക്വലായിട്ട് വിടുത്ത് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ വിടുത്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ BC ആണ് ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ലൈനിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലായിട്ട് വിടുത്ത് കൂടും, ഈക്വലായിട്ട് വിടുത്ത് കുറയും. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഈക്വലായിട്ട് വിടുത്ത് കുറച്ചു. അതേപോലെ തന്നെ ഇത്രയും കോളം നമ്മൾ ഈക്വലായിട്ട് വിടുത്ത് കൂട്ടി. ഓക്കെ, അതേപോലെ തന്നെ റോയും അതുപോലെ നമുക്ക് ചെയ്യാം. ഈക്വലായിട്ട് വിടുത്ത് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ 1, 2, 3 അവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രിഡ് ലൈൻസിൽ പിടിച്ച് നമുക്കിങ്ങനെ വലിക്കാം കേട്ടോ. അപ്പോൾ ഈക്വലായിട്ട് ഒരേപോലെ നമുക്ക് എന്തായി വീതി കൂടി.
ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് നമുക്ക് ഒറ്റ ലൈനിൽ വേണ്ട, 2 ലൈനായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പകുതിക്ക് വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം റാപ്പ് ടെക്സ്റ്റ്, കണ്ടില്ലേ ലൈന് 2 ലൈനായിട്ട് വന്നു. ഇനി നമ്മളതിന് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്താൽ ആ കോളത്തിൻ്റെ സെൻറ്ററായിട്ട് കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലൊരു റോ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഹോം മെനുവിൽ വന്നിട്ട് ഇൻസെർട്ടിൽ വന്നിട്ട് റോ. അപ്പോൾ ഇവിടെ നമുക്ക് റോ വന്നു, ഉണ്ടല്ലേ 1ൽ. നമുക്കിതിലിവിടെ ഹെഡിങ് കൊടുക്കണം. ഞാൻ ഇത്രയും ലൈൻസ്, ഈ ഒരു ലൈൻസ് ഇങ്ങനെ മെർജ് ചെയ്തു. മെർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നാക്കുക, മെർജ് സെൻറ്റർ, കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ലിസ്റ്റ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാർക്ക് ലിസ്റ്റ്. ഓക്കെ. ഇനി നമുക്കിതിനെ ബോൾഡാക്കാം, സൈസ് ഇൻക്രീസ് ചെയ്യാം, കണ്ടില്ലേ. കളർ കൊടുക്കാം, ഷാഡിങ് കൊടുക്കാം. ഇനി നമുക്കിതിന് ബോർഡർ കൊടുക്കാം. അതായത് ഇത് ഈ ഗ്രിഡ് ലൈൻസ് നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ വരില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ബോട്ടം ബോർഡർ എന്ന് കാണുന്നിടത്ത് ഓൾ ബോർഡർ എന്ന് കൊടുക്കുക, കേട്ടോ. ഓൾ ബോർഡർ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ലൈൻസിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതാ ലൈൻ കളർ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ ബോർഡർ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രിഡ് ലൈൻസൊക്കെ ബോർഡർ കിട്ടി. ഇനി നമുക്ക് ഇവിടെ മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, മെർജ് ആൻഡ് സെൻറ്റർ. ഓക്കെ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് അതിൻ്റെ സെൻറ്ററിലോട്ടാക്കണമെങ്കിൽ സെൻറ്റർ. ടോട്ടൽ എന്നൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടോട്ടൽ ചെയ്യാണ്. ഓക്കെ. ടോട്ടൽ നമുക്ക് അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലോട്ട് കൊടുക്കാം, ഉണ്ടല്ലേ. ബോട്ടം സെൻറ്റർ. ഓക്കെ. അലൈൻ. അപ്പോൾ ബോൾഡാക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബേസായിട്ട് പറയാൻ പോകുന്നത് മെർജ് പറഞ്ഞു, നമ്മൾ റാപ്പ് ടെക്സ്റ്റ് പറഞ്ഞു, ഗ്രിഡ് ലൈൻസ് പറഞ്ഞു, അതുപോലെ തന്നെ നെയിം ബോക്സ് എന്താണെന്ന് പറഞ്ഞു, ഫോർമുല ബാർ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ വിഡ്ത്ത് കൂട്ടാനും കുറക്കാനൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റോഡ് വിഡ്ത്ത് കൂട്ടി നമ്മൾ ഷീറ്റ് ആഡ് ചെയ്തു, ഷീറ്റിന് നമ്മൾ റീനെയിം ചെയ്തു, അല്ലേ. ഇനി നമുക്ക് ഈ ഷീറ്റ് വേണ്ട എങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഷീറ്റ് അവിടെ നിന്ന് ഡിലീറ്റായി. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഓരോ സെല്ലിനെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഔട്ട്സൈഡ് ബോർഡർ, കണ്ടില്ലേ ഔട്ട്സൈഡ് ബോർഡർ. അതേപോലെ തന്നെ ഇങ്ങനെ ഔട്ട്സൈഡ് ബോർഡർ. ഇങ്ങനെ ഓരോ കള്ളികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഔട്ട്സൈഡ് ബോർഡർ. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഗ്രിഡ് ലൈൻസ് പോകണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്ലെയിൻ പേപ്പറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. വ്യൂ മെനുവിൽ ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ എക്സലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഈ എക്സലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നും കൂടെ നോക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ ഇതിൻ്റെ ബേസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പേജ് ആഡ് ചെയ്യാൻ പറഞ്ഞു, അതുപോലെ റീനെയിം ചെയ്യാൻ പറഞ്ഞു, കോളത്തിന് നമ്മൾ ഓരോന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വിഡ്ത്ത് കൂട്ടുന്നത് പറഞ്ഞു, ഒന്നിൽ കൂടുതൽ നമ്മൾ കോളങ്ങളെ ഈക്വലായിട്ട് വീതി കൂട്ടുന്നതും ഈക്വലായിട്ട് വിഡ്ത്ത് കുറക്കുന്നത് പറഞ്ഞു, മെർജ് ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എക്സലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വർക്കുമായി വരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.